ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. ഇത് എങ്ങനെ സംഭവിക്കും? പലപ്പോഴും നമ്മളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് സുവിശേഷത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുത്ത് ഗബ്രിയേൽ ദൈവദൂതൻ മിശിഹായുടെ ജനനത്തിൻ്റെ അറിയിപ്പ് മാതാവിന് കൊടുത്തപ്പോൾ മാതാവിൻ ചോദിച്ച ചോദ്യമാണ്, ഇത് എങ്ങനെ സംഭവിക്കും? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ നിന്നിൽ നിന്ന് ജനിക്കുവാനിരിക്കുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് വന്ന് നിറയുമെന്ന് അമ്മയോട് പറയുകയാണ്. അതിനു മുമ്പ് ദൈവദൂതൻ പരിശുദ്ധ കന്യാമറിയത്തോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവകൃപ നിറഞ്ഞ വ്യക്തികളിലേക്കാണ് അത്യുന്നതന്റെ ശക്തി വന്ന് ആവസിക്കുന്നത്. അവനിൽ നിന്ന് ഉണ്ടാകുന്നതൊക്കെ പരിശുദ്ധമായിരിക്കും, ദൈവപുത്രന്റെ സ്ഥാനത്ത് നിലനിൽക്കും. നമ്മുടെ ജീവിതം ഇതുപോലെ ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ പരിശുദ്ധമാവുക, നമ്മുടെ പ്രവൃത്തികൾ പരിശുദ്ധമാവുക, നമ്മുടെ ജീവിതം പരിശുദ്ധമാവുക. നമ്മിൽ നിന്ന് ജനിക്കുന്നത് അതൊക്കെയാണ്. ഈശോ ജനിക്കുന്നത് എൻ്റെ വാക്കിലൂടെയാണ്, എൻ്റെ ജീവിതത്തിലൂടെയാണ്, എൻ്റെ പ്രവൃത്തിയിലൂടെയാണ്, എൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ്. എന്നിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ പരിശുദ്ധമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദൈവകൃപയിൽ നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ഞാൻ ജീവിക്കണം. അപ്പോഴാണ് അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ വന്നു വസിക്കുന്നത്. ഈ വലിയ കൃപാവരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ വിഷമിച്ചു നിൽക്കുമ്പോൾ ഓർക്കുക, നീ ദൈവകൃപയിൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നിന്റെ പ്രശ്നങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, തകർച്ചകൾ ഒക്കെ മാറിക്കിട്ടും. നിന്നിൽ നിന്നുണ്ടാകുന്നതൊക്കെ വിശുദ്ധമായിട്ടുള്ളതായിരിക്കും. ദൈവപുത്രൻ്റെ ഒരു സ്ഥാനത്തിൽ യോജ്യമായ വിധത്തിൽ നിനക്ക് ജീവിക്കുവാൻ പറ്റും. നിനക്ക് മറ്റുള്ളവർക്ക് ദൈവപുത്രനെ കൊടുക്കുവാൻ പറ്റും. പരിശുദ്ധ അമ്മയുടെ സ്ഥാനം ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലേക്കും ദൈവം എടുത്തു വെച്ച് തരികയാണ്. നിനക്ക് യേശുവിനെ നിന്റെ ഉള്ളിൽ സംവഹിച്ചുകൊണ്ട് കൊടുക്കുവാൻ സാധിക്കുമോ? നമുക്ക് ഓരോരുത്തർക്കും ഈശോയെ കൊടുക്കുവാൻ സാധിക്കുമോ? കൊടുക്കുവാൻ സാധിക്കണം. അപ്പോഴാണ് ക്രിസ്മസിന് അർത്ഥമുണ്ടാവുക. ഈ ക്രിസ്മസിൻ്റെ 25 ദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ച് നോമ്പ് നോക്കുകയൊക്കെ എല്ലാവരും ഒരുങ്ങും. 25-ാം തീയതി ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സാധാരണ ജീവിതത്തിലേക്ക്, ഡിസംബർ മാസം 1-ാം തീയതിക്ക് മുമ്പ് ജീവിച്ചിരുന്ന സാഹചര്യത്തിലേക്ക് മടങ്ങും. കാരണം ക്രിസ്മസ് കഴിഞ്ഞു, ഒരുക്കം കഴിഞ്ഞു. അങ്ങനെയല്ല, ജീവിതം മുഴുവനും ഒരുങ്ങണം. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജനനം മുതലേ ഒരുങ്ങി വിശുദ്ധമായിട്ട് ജീവിച്ചപ്പോഴാണ് ക്രിസ്തു അവരുടെ ഉദരത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ വാക്കുകളിലേക്ക്, എൻ്റെ പ്രവൃത്തിയിലേക്ക് ക്രിസ്തു കടന്നു വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഒരുങ്ങണം. 25 ദിവസം ഒരുങ്ങിയാൽ പോരാ, എൻ്റെ ജീവിതം മുഴുവനും ആ ഒരു ഒരുക്കത്തിൻ്റെ ദിനങ്ങളാക്കി ഞാൻ മാറ്റണം. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയെ സ്വീകരിക്കുവാൻ, എൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധമായി പരിശുദ്ധമായി ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ ജീവിതത്തിലൂടെ അങ്ങ് മറ്റുള്ളവരിലേക്ക് കടന്നു വരികയും മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നിറയുകയും ചെയ്യണമേ. അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും തിരുത്തിക്കൊണ്ട് അങ്ങയുടെ പ്രിയപുത്രൻ്റെ ഒരുക്കത്തിനായി ഒരുങ്ങുന്ന എന്നെ ദൈവമേ അനുഗ്രഹിക്കണമേ. ഈശോയെ സ്വീകരിക്കുവാനും ഈശോയെ കൊടുക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. നല്ല ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ജീവിതം മുഴുവനും അങ്ങയെ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാക്കി രൂപപ്പെടുത്തണമേ.